നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടാതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊത്ത് സന്തോഷമായിട്ട് ക്രിസ്മസ് ദിനം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു, 1000 നന്മകൾ നേരുന്നു. കാരണം ഇനി മുന്നോട്ടേക്കുള്ള അടുത്ത നിമിഷങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ഇയറിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ചേഞ്ചസുകൾ, എല്ലാവർക്കും നല്ല സ്ട്രോങ് ആയൊരു എനർജി, അതുപോലെ നാളേക്ക് ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളും ഇനി പ്ലാൻ ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. 2025 സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ എൻഡിങ് ആകുമ്പോഴത്തേനും ഞാൻ എന്തെല്ലാം ഈ ഒരു വർഷം പൂർത്തീകരിക്കുമെന്ന ആ ഒരു തീരുമാനം നിങ്ങൾ ദൃഢമായും എടുത്തിരിക്കണം. 2025 അവസാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ, നേടുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു പുസ്തകം റെഡിയാക്കി എഴുതി വയ്ക്കുക. ആ കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റിംഗ് ചെയ്യുക. ഒരു കാരണവശാലും അത് നിങ്ങൾ ഉഴപ്പരുത്, അതിന് പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യണം. ഈ 2025 ആരംഭിക്കുമ്പോൾ തൊട്ട് എൻഡിങ് വരുന്നത് വരെ നമ്മൾക്ക് ദൈവം നൽകുന്ന ആയുസ്സും ആരോഗ്യം എത്ര ടൈമുണ്ടോ ആ സമയത്തിൽ ഒരു നിമിഷം പോലും നമ്മുടെ കളയരുത് കേട്ടോ. ഓരോന്നും നേടണം. ഓരോ വർഷവും അവസാനിച്ചടുത്ത പുലരി ആരംഭിക്കുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം. ഓരോ പ്രാവശ്യവും ഈ വർഷം അത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. ഈ വർഷം എൻഡിങ് ആകുമ്പോഴത്തേനും ഞാൻ ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കും, ഇന്ന ലക്ഷ്യങ്ങളിൽ ഞാൻ എത്തിയിരിക്കും. അത് നമുക്ക് സാധിക്കുന്ന ചെറുത് മതി. അതൊരു ബുക്കിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കുക. തീർച്ചയായിട്ടും അത് എന്നും എപ്പോഴൊക്കെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നോ അപ്പോഴൊക്കെ എടുത്ത് അത് വായിക്കണം. നമ്മുടെ ആ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത്, നമ്മൾ നേട്ടങ്ങൾ, നമ്മൾ എന്താണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടതെന്നുള്ള കാര്യം വായിക്കുകയും ചെയ്യണം. ഇടയ്ക്കൊക്കെ അതിനെ ഇങ്ങനെ ചിന്തിക്കണം. ആ എഴുതി വെച്ച വേഡ്സുകൾ നമ്മുടെ മനസ്സുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു വർഷത്തിൻ്റെ എൻഡിങ്ങിൽ, അതായത് 2025 എൻഡിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് എത്തിയിരിക്കും. അതായത് വ്യക്തിബന്ധങ്ങളെ ഒന്നും ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ച് എഴുതി നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബുക്കിനകത്ത് എപ്പോഴും തുറന്നു നോക്കാൻ പാകത്തിനും വായിക്കാൻ പാകത്തിനും വെച്ചിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം കേട്ടോ. 1 ഇയർ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ നിമിഷങ്ങളും നിങ്ങൾ പിന്നെ നിങ്ങളുടെ കളയത്തില്ല എന്നത് 100% ഉറപ്പാണ്. നമുക്ക് അതുപോലെ ഇതെൻ്റെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് എനർജികൾ കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്ന് ഹീലാവേണ്ട, നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച് കളയേണ്ടതായ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനും നിങ്ങൾക്കൊരു പൂർണ്ണ എനർജിയോടുകൂടി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം, ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്ന ഒരു സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും വന്ന് നിൽക്കാനും സാധിക്കുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഒരു കാരണവശാലും നിങ്ങൾ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും മുടക്കരുത്. ഞാൻ ഒരുപാട് മന്ത്രങ്ങളൊന്നും ഡെയിലി മാറി മാറി ഒന്നും നിങ്ങൾക്ക് നൽകുന്നില്ല. കാരണം ഒരു മന്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ തന്നെ ഏറ്റവും പൂർണ്ണത കൊടുത്ത് നിന്നാൽ അതാണ് ഏറ്റവും ലഭിക്കുന്നതും ശക്തനാക്കുന്നതുമായ ഒരു കാര്യം. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ അഭ്യസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം അഭ്യസിക്കുന്നവനാണ് ജേതാവ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും കേട്ടോ. ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, നമുക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്ന. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലെ കുറേ കാര്യങ്ങൾ ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതല്ലെങ്കിൽ കുറേ ബ്ലെസ്സിങ്സുകൾ നിങ്ങളിലൊരു പോസിറ്റീവ്, അതായത് ഏഞ്ചൽസിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ തെറ്റുപറ്റിയ ചില കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലമായിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും
തിരുത്തി എഴുതാൻ പറ്റാതെ പോയ പാസ്റ്റിനെയാണ് നമുക്ക് കാണുന്നത്. പാസ്റ്റിനെ നമുക്കിനി ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞു പോയതാണ്. ആ പാസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി ബാലൻസിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നു, അതായത് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ തയ്യാറാണെന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതൊരു അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പാത ഓപ്പൺ ആയിട്ടുണ്ട്. മുന്നോട്ടേക്ക് നിങ്ങൾ പോയ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്രതീക്ഷിതമായ, അതായത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലെ ഒരു ബ്ലെസ്സിങ്സ്, ഒരു സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏഞ്ചൽസ്, അതായത് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ തിരുത്തുന്നു. നിങ്ങൾ പെട്ടുപോയിരുന്നു എന്നാണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒരു ബന്ധനത്തിൽ പെട്ടുകിടന്നിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ഭയപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മാർഗങ്ങളും വഴികളും ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാനും വേറെ ഓപ്ഷൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ വേറെ വെളിച്ചമുണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ തന്നെ സ്റ്റക്കായിട്ട് നിന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീനെ ആവാം, അല്ലെങ്കിൽ ഈ സമൂഹത്തെ ആവാം. നിങ്ങൾ ഏതോ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു എന്നാണ് കാണുന്നത്. മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ, മുന്നിൽ വഴിയുണ്ട്, രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിലും കടന്നു പോകാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നു എന്നാണ് കാണുന്നത്. ഒരു ഇരുണ്ട നിമിഷങ്ങളെയായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. ഭയത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റാത്ത കുറേ സ്റ്റക്കായ നിമിഷങ്ങൾ, അല്ലെങ്കിൽ വേദനാജനകമായ സാഹചര്യങ്ങൾ. അതായത് വിജയം മുന്നിലുണ്ടായിട്ടും ദൂരെ നിന്ന് ആ ഒരു സക്സസ്സിന്, അല്ലെങ്കിൽ വിജയം അവിടെ ഉണ്ട് എന്ന് മാത്രം ചിന്തിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ബന്ധനത്തിൽ പെട്ട് നിന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി, അനുഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതായത് നിങ്ങളോട് പറയുന്നു, വളരെയധികം ഫോക്കസിങ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളൊരു പുതിയ തുടക്കത്തിന്, അതായത് ഒന്നേന്ന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. നിങ്ങളുടെ ബന്ധത്തെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഒന്നേന്ന് തയ്യാറായിക്കൊള്ളുക. ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു ബേസിക് ആയിട്ട് കണ്ടുകൊള്ളൂ എന്ന് തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്. അതായത് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട്, നല്ലൊരു അടിത്തറ ഇട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്കൊരു പുതിയ തുടക്കം നൽകുന്നു ഏഞ്ചൽസ് എന്നാണ് കാണുന്നത്. ഒരു ഫ്യൂച്ചറിൽ സക്സസ് ആവുക, അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലങ്ങളിൽ സക്സസ് നേടുക എന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത്. ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഏഞ്ചൽസാണ്. ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. അതായത് ഒരു ആക്ഷൻ എടുക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒന്നെങ്കിൽ നിങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. ഒരു നല്ല ശക്തമായ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഹീലാക്കുന്നു. ഹീലിംഗ് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. നിങ്ങളുടെ സോളിലാണെങ്കിലും നിങ്ങളിത് കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ എനർജിയിലാണെങ്കിലും വളരെ ശക്തമായൊരു ഹീലിംഗ് നടക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സക്സസ്സുകൾ വരുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം പോസിറ്റീവായ ഒരു എനർജിയോട് കൂടി ചേർത്ത് പിടിച്ചിരുന്ന ഒരു ബന്ധത്തിലാണ് നിങ്ങൾക്ക് തട്ടുകേട് സംഭവിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോയിട്ടും രക്ഷപ്പെടാൻ പറ്റാതെ നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് പൂർണ്ണമായും, അതായത് ദ എംബറസും ദ എംബററും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഫാദർ മദർ എനർജിയോട് കൂടി, അതായത് അവരവരുടെ കാര്യങ്ങളിൽ അവരവർക്ക് വളരെയധികം ഉത്തരവാദിത്വം, ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ പൂർണ്ണത നൽകുമെന്നും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളിൽ രണ്ടു പേഴ്സണും, ഈ ബന്ധത്തിലേക്ക് വരുന്ന രണ്ടു വ്യക്തികളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല വ്യക്തമായി ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത്. ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പോസിറ്റീവായ എനർജിയുടെയും നിമിഷങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം ബാലൻസിൽ വരുന്നു. ദ എംബറസ് ആൻഡ് എംബറർ ആണ് വന്നിരിക്കുന്നത്. രണ്ട് എനർജി, മെയിൽ ആൻഡ് ഫീമെയിൽ എനർജികൾ രണ്ടും വളരെയധികം ബാലൻസിലേക്ക് വരുന്നു. പോസിറ്റീവായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു. ഹാർട്ട് ബ്രോക്കൺ, മനസ്സിനകത്ത് ഏറ്റിരുന്ന ആ ഒരു
പെയിൻഫുള്ളായ സാഹചര്യം എൻഡിങ്ങിലേക്ക് വരുന്നു. കാരണം അവരവരുടെ തെറ്റുകളെ തിരുത്താനും അവരവരുടെ മനസ്സിനകത്ത് അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം നൽകാമെന്നും തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന ഭാവം, ഈഗോ എന്നത് എൻഡിങ് ആയി കഴിഞ്ഞാൽ തന്നെ ലൈഫിൽ ചേഞ്ചിങ് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിച്ച ഒരു ചതി അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രോക്കൺ, ഇമോഷണലി ഉള്ള ഒരു ബാലൻസ് നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു എനർജിയോട് കൂടി തന്നെ, നല്ലൊരു ഇമോഷണൽ ബാലൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ബ്ലോക്കേജുകൾ അവസാനിക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ചലഞ്ചിങ് വെല്ലുവിളികൾ, ആരും മോശമല്ലാത്ത രീതിയിൽ നിന്ന എനർജികളും ഇവിടെ കാണുന്നുണ്ട്. ഞാനെന്ന ഭാവം രണ്ട് എനർജികളിലും നല്ല ശക്തമായി കാണുന്നുണ്ട്. അപ്പം ആ ഒരു ചലഞ്ചിങ്, അതല്ലെങ്കിൽ ആ ഒരു മത്സരം അവസാനിക്കുന്നു, ഒരുമിച്ച് കൂടിച്ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. രണ്ടുപേരും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജികളിൽ രണ്ടുപേരും വിട്ടുവീഴ്ച ഇല്ലാണ്ട്, ചിലപ്പോൾ ഈ ഫൈറ്റിംഗ് എനർജിയിലാണെങ്കിൽ നല്ലതുപോലെ തമ്മിൽ നിന്ന് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോക്കേജും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും രണ്ടുപേരും മോശമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച എനർജികളാണ് കാണുന്നത്. ആ ഒരു എനർജി അവസാനിക്കുന്നു. അതായത് ഫൈറ്റിംഗ് എനർജി, കോമ്പറ്റീഷൻ, മത്സരിച്ചുള്ള ആ ഒരു നിൽക്കുന്ന എനർജി, ഇതിനെല്ലാം ഒരു എൻഡിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരുമിച്ച് യാത്ര തുടരുന്നു, ഒരുമിച്ച് അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം നിങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ സമയത്തിൻ്റേതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷ്യസ്, ഞാൻ പറഞ്ഞില്ലേ എംബറർ എന്നുള്ള ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയത്, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ, മറ്റുള്ളവർ നമ്മളെ തകർത്ത് കളയുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രണ്ട് പോസിറ്റീവ് എനർജികളുള്ള, അതായത് രണ്ടു പേരും ഒരേ ഡെസ്റ്റിനിയിലുള്ളത്, അത് നിങ്ങളെ നേരിൽ കാണുന്ന രീതിയിലാണെങ്കിലും നിങ്ങളുടെ മനസ്സുകളുടെ യാത്രകളാണെങ്കിലും ഒരേപോലെ പോയിരുന്ന നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ്, ഒരു ബന്ധനം വന്നു എന്നാണ് കാണുന്നത്. വളരെ ശക്തമായ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളെ തമ്മിൽ പിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു എനർജിയിൽ നിന്നുമാണ് നിങ്ങളിപ്പോൾ ആ ഒരു കർമ്മ അവസാനിച്ചിരിക്കുന്നത്. അതായത് വളരെ ശക്തമായ ഒരു ബാഡ് കർമ്മയുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചിരുന്നിട്ട് നിങ്ങൾക്കിനി നല്ല ഒരു, അതായത് പല സാഹചര്യങ്ങളെയും വിട്ട് ഒരു ട്രാവലിംഗ് ആണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്കോ, ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥലം മാറുന്ന, അതായത് പ്ലേസ് മാറി താമസത്തിന് തീരുമാനിക്കുന്ന ഒരു എനർജിയിലേക്ക് പോകും ഉടനെ തന്നെ. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നേരെ ഹീലായിട്ട് മറ്റൊരു സിറ്റുവേഷൻസ്, ഒരു തിരിച്ചറിവിൻ്റെ, അല്ലെങ്കിൽ അംഗീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ബ്ലോക്കേജിൻ്റെ തിരിച്ചറിവ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി നഷ്ടപ്പെട്ടു പോയത്, അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന സക്സസ്സും സന്തോഷവും നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. പൂർണ്ണമായും എൻഡാക്കി കളഞ്ഞുവെങ്കിൽ അത് ഏത് സാഹചര്യമാണോ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളുടെ ഇമോഷൻസിനെ തകർത്ത് കളഞ്ഞത്, ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണർ. തിരിച്ചു വരുന്നത്, അതായത് ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കോ തേർഡ് സാഹചര്യത്തിലേക്കോ, മറ്റെന്തെങ്കിലും കരിയർ സംബന്ധമായിട്ടൊക്കെയാണ് നിങ്ങളിൽ നിന്ന് വിട്ടു നിന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ യാതൊരുവിധ സക്സസ്സോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ ഫീൽ ചെയ്യാതെ മടങ്ങി വരുന്നു എന്നാണ്. അതായത് നിങ്ങളിനി ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ച് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു ഇമോഷൻസിനെ അവസാനിപ്പിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഏസ് ഓഫ് കപ്സ് ആണ്, റീക്രിയേറ്റിംഗ് ചെയ്യപ്പെടുന്നു. വളരെയധികം പ്രണയം, ആഴത്തിലുള്ള ഇമോഷൻസോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ വിട്ട് നിന്നപ്പോൾ തൊട്ട് ബർഡനും അതുപോലെ തന്നെ ഹാർഡ് വർക്കും ചെയ്യേണ്ടി വന്നു. സപ്പോർട്ടില്ലാത്ത ഒരു എനർജിയിലായിരുന്നു അവർ മുന്നോട്ട് പോയത്. അതിൽ നിന്നും മാറി ഏസ് ഓഫ് കപ്സിലേക്ക് വരികയാണ്. നിങ്ങളോട് ആഴത്തിലുള്ള പ്രണയത്തോടു കൂടി, അതായത് ഇനി വളരെയധികം സ്വന്തമാക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക, ഇമോഷണൽ ബാലൻസോടു കൂടി നിൽക്കുക എന്ന എനർജി
രീതിയിലേക്ക് മാറിയതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു, സമാധാനമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നു നിങ്ങളിൽ നിന്നും പിന്മാറിയപ്പോഴെന്നാണ് കാണുന്നത്. അതൊന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റാതെ നിങ്ങളിലേക്ക്, അതായത് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹത്തോടു കൂടി പാസ്റ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷൻസ് ആണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും എല്ലാ സാഹചര്യങ്ങളെയും വിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി. കാരണം വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ട് ഫൈറ്റിങ്ങോടുകൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാതെ നിന്ന എനർജിയിൽ നിന്നും ഇന്ന് ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഉൾവലിഞ്ഞ് എല്ലാ സാഹചര്യങ്ങളെയും വിട്ടു നിൽക്കുന്നു. ആരുമായിട്ട് ഒരു രീതിയിലും ബന്ധങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർക്ക് വേണ്ടത് ഇമോഷണൽ ബാലൻസ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ബാലൻസ് ആണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ പീരീഡോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, നിങ്ങളുമായിട്ട് ആഴത്തിലൊരു ബന്ധം കീപ്പ് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡിന് കാരണം തന്നെ വളരെയധികം സൺറൈസിങ്, വളരെയധികം പോസിറ്റീവായി നിന്ന ടൈമിൽ ചില കാര്യങ്ങളെ രഹസ്യമാക്കി, അതല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ആ വ്യക്തി പ്രവർത്തിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്കിടയിലെ ആ ഒരു ശക്തമായ സെപ്പറേഷൻ പീരീഡിന് കാരണം. അതായത് നിങ്ങളോട് പറയാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത വിധം നിങ്ങളോടൊപ്പം നിന്ന് തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷണൽ ബാലൻസോട് കൂടി മുന്നോട്ട് പോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ അറിയാതെ വളരെ രഹസ്യമായിട്ടൊരു തേർഡ് സിറ്റുവേഷൻസിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വളരെ പ്രതീക്ഷയായിരുന്നു കേട്ടോ. ഒരുപാട് അവർ നിങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി ടോപ്പായിട്ടുള്ള ഒരു എനർജി ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കും. ആ ഒരു സാഹചര്യത്തെ അവർ വളരെയധികം വിശ്വസിച്ചെങ്കിലും അവർക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചത്, അതായത് ലോസാണ് സംഭവിച്ചത്. അവരാഗ്രഹിച്ച രീതിയിൽ ഒരു പുതിയ തുടക്കം, ഒരു ബ്ലെസ്സിങ്സോ ഒന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടിയില്ല എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവരൊരു ബന്ധനത്തിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഫിനാൻസ് സംബന്ധമായ ചില കാര്യങ്ങളാൽ അത് ഫിനാൻഷ്യൽ ലോസാണ് അവർക്ക് സംഭവിക്കുന്നത്, അല്ലാണ്ട് സക്സസ് അല്ല. പക്ഷേ എന്നാൽ തന്നെ അവർ ആ ഒരു ബന്ധനത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ഡിഫിക്കൽറ്റി, അതായത് ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണേലും നിങ്ങളോടൊപ്പം അവർ വളരെ ആഴത്തിലൊരു ഇമോഷൻസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ, സന്തോഷം, ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വേണം, നിങ്ങൾ അവരുടെ കൂടെ വേണം, സപ്പോർട്ടായിട്ടെന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ചില ഇന്നർ വർക്കുകളും പ്രാർത്ഥനയും പ്രെയറും എല്ലാം അവർ മുൻപോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവരോട് അവരൊരു ഗൈഡൻസ് തേടുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാനും. ഇപ്പോൾ അവരൊന്നെങ്കിൽ അവരുടെ പേരൻസിനോടാവാം, അതല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നവരോടാവാം, ഇപ്പോൾ അവരൊരു നല്ല ഗൈഡൻസ് തേടുന്നുണ്ട്. കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻ വിട്ടുപോകാൻ കാരണവും ഇതുപോലെ തന്നെ മറ്റാരുടെയൊക്കെയോ എനർജികളാണ് കേട്ടോ. ഒന്നെങ്കിൽ ഫാമിലിയുടെ പേരൻസിൻ്റേതാവാം, അതല്ലെങ്കിൽ അവരോടൊപ്പം വർക്ക് ചെയ്ത് അവരുടെ ആ ഒരു കരിയർപരമായ മേഖലയിൽ വർക്ക് ചെയ്ത ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ എനർജിയും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡിന് കാരണമായി എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നു, ഒരവസരത്തിന് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നു. അതുപോലെ നല്ല ശക്തമായി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ചില ഇന്നർ വർക്കുകൾ നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവർ ഇന്നർ വർക്കുകൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും അവർ പ്രെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ ബാലൻസ്, അവർ ഹാപ്പിനെസ്സോടു കൂടി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ ഈ ഒരു ഒറ്റപ്പെടലിൽ അവരിപ്പം ഒരു ഒറ്റയ്ക്കുള്ള ഒരു എനർജിയിലാണ് കാണുന്നത്. അതിലവർക്ക് വേറെ ചോയ്സുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ
തന്നെ അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ഒരു പക്വതയോടുകൂടി ഒരു സ്പിരിച്വലായ ഒരു മൈൻഡോടു കൂടി മാറി, അതായത് ശരി തെറ്റുകളെ തിരിച്ചറിയുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിൽക്കുന്നത്. ആ സ്ഥിതിക്ക് ഒരിക്കലും ആ ഒരു പേഴ്സൺ ഇനി ഒരു തെറ്റായ സാഹചര്യത്തിലേക്ക് പോകില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം അവരുടെ മുമ്പിൽ വേറെയും പല സാഹചര്യങ്ങളും വരുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവർ മാറ്റിവിടുന്നു. അവരവരിൽ നിന്നും ആ ഒരു കണക്ഷൻസിനെ കണക്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത വിധം മാറി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നും നോക്കാതെ നിങ്ങളിലേക്ക് വളരെയധികം ശക്തമായ ഒരു എനർജിയോട് കൂടി ആ ഒരു പേഴ്സൺ വന്ന് ചേരും. കാരണം അവരവരുടെ സിറ്റുവേഷൻസുമായിട്ട് വളരെയധികം ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്കിടയിലെ ഒരു ഒരു നെഗറ്റീവായ ഒരു കാർമിക് സിറ്റുവേഷൻസ് പൂർണ്ണമായിട്ടും എൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്സുകൾ അതിനെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരുപാട് വ്യക്തികളിലേക്ക് ഈ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസവും നമുക്ക് ആ ഒരു പഴയ എനർജിയുടെ ആ തുടക്കമായിട്ട് വീണ്ടും കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ഫുൾ എനർജിയാണ് വരുന്നത്. ഒന്നേന്നൊരു പുതിയ തുടക്കം, ഒരു അഴിച്ചു പണിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ്, ഒരു സെപ്പറേഷൻ പീരീഡിൻ്റെ ആ ഒരു സാഹചര്യം എൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നല്ലൊരു സ്പിരിച്വലായ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ശരിക്കും അവരിപ്പം നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു. നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ട ഇന്നർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്താലും അവർ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ചെയ്യുന്ന ചില എനർജിയാണ് കേട്ടോ അത്. എന്തായാലും റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.